തിരുവനന്തപുരം നഗരസഭയുടെ കോടികൾ മുടക്കിയുള്ള ഇ-ബസ് പദ്ധതിയെ സ്വന്തം കുടുംബസ്വത്തായി കാണുന്ന ഗതാഗത മന്ത്രിക്കും അതിനെ അന്ധമായി ന്യായീകരിക്കുന്ന സർക്കാരിനും വി രാജേഷ് നൽകിയ മറുപടി കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്കാണ്. സിനിമയിലെ നായക പരിവേഷം കൊണ്ട് മേയറെ വിരട്ടാമെന്ന് കരുതിയവർക്ക് ഇപ്പോൾ സ്വന്തം അടിത്തറ തന്നെ ഇളകുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലിരുന്ന് ആജ്ഞാപിച്ചാൽ എല്ലാം നടക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ കരുതിയിട്ടുണ്ടാകണം. കത്ത് കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ബസ് തിരിച്ചു തരാം എന്ന മന്ത്രിയുടെ പ്രസ്താവന കേട്ടപ്പോൾ അദ്ദേഹം എന്തോ വലിയ വിപ്ലവം നടത്തുകയാണെന്നാണ് ചിലരെങ്കിലും കരുതിയത്. എന്നാൽ ആ പ്രസ്താവനയിലെ ചതിക്കുഴികൾ കൃത്യമായി തിരിച്ചറിഞ്ഞ മേയർ വി രാജേഷ് നടത്തിയ നീക്കം മന്ത്രിയെ ചീട്ടുകൊട്ടാരം പോലെ തകർത്തിരിക്കുകയാണ്. ഓർക്കുക, ഇത് പത്തനാപുരം സിനിമാ ലൊക്കേഷനല്ല, കേരളത്തിന്റെ തലസ്ഥാന നഗരിയാണ്. ഇവിടെ ഭരിക്കുന്നത് ജനകീയ പിന്തുണയുള്ള കരുത്തുറ്റ ഭരണാധികാരിയാണ്. ഈ വിവാദത്തിലെ ഏറ്റവും തന്ത്രപരമായ ഭാഗം ബസ്സുകളുടെ ബാറ്ററിയെക്കുറിച്ചുള്ള മേയറുടെ പരാമർശമാണ്. ഇലക്ട്രിക് ബസ്സുകളുടെ ഹൃദയം അതിൻ്റെ ബാറ്ററിയാണ്. ബസ് വാങ്ങുന്ന തുകയുടെ വലിയൊരു ശതമാനം ചിലവാകുന്നത് ഇതിനു വേണ്ടിയാണ്. ബാറ്ററിയുടെ ആയുസ് തീരാറായ ബസ്സുകൾ നഗരസഭയുടെ തലയിൽ കെട്ടിവെച്ച് സാമ്പത്തിക ബാധ്യതയിൽ നിന്നും ഊരിപ്പോരുക എന്ന മന്ത്രിയുടെ അടവാണ് ഇവിടെ പൊളിഞ്ഞടങ്ങിയത്. ബസ്സുകളുടെ നല്ല കാലം കഴിഞ്ഞു, ഇനി അതിൻ്റെ വാല് പിടിക്കാൻ ഞങ്ങളില്ല. ലാഭമുള്ളപ്പോൾ KSRTC കൊണ്ടുപോവുകയും വമ്പിച്ച അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്യുന്ന ഈ മഹാബുദ്ധി ഗണേഷ് കുമാറിന് മാത്രം സ്വന്തമാണ്. 2023 കരാർ പ്രകാരം ഈ ബസ്സുകൾ നഗരത്തിനകത്ത് അഥവാ സിറ്റി സർക്കുലർ സർവീസ് നടത്തണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ മന്ത്രിയുടെ തന്നിഷ്ടപ്രകാരം ഇവ ദൂരദേശങ്ങളിലേക്ക് മാറ്റുന്നു. നഗരസഭ 113 കോടി രൂപ മുടക്കിയിട്ടും ലാഭവിഹിതം നഗരസഭയ്ക്ക് നൽകുന്നുമില്ല. നഗരവാസികൾക്ക് ഉപകാരപ്പെടേണ്ട ബസ്സുകൾ റൂട്ട് മാറ്റുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി കൂടിയാണ്. ഇതിനിടയിൽ മേയർ തിരുവനന്തപുരത്തെ വേലി കെട്ടിത്തിരിക്കുന്നു എന്ന് പരിഭവിക്കുന്ന മന്ത്രി ശിവൻകുട്ടി അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. നഗരസഭയുടെ പണം കൊണ്ട് വാങ്ങിയ വണ്ടി നഗരത്തിലെ പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടണമെന്ന് പറയുന്നത് എങ്ങനെയാണ് വിഭജനമാകുന്നത്? ഓരോരോ അടവുകൾ പയറ്റുമ്പോൾ അതിലെ ലോജിക്ക് ചിന്തിക്കണ്ടേ? ബസ് പാർക്ക് ചെയ്യാൻ സ്ഥലം തരില്ല എന്ന മന്ത്രിയുടെ ഭീഷണിക്ക് മേയർ നൽകിയ മറുപടിയും ക്ലാസിക്കാണ്. 1000 ബസ് ഇടാനായി നഗരസഭയ്ക്ക് സ്ഥലമുണ്ട്. നഗരസഭയുടെ സ്ഥലത്ത് ബസ്സുകൾ നിർത്തിയിട്ട് അത് നഗരസഭ നേരിട്ട് നിർത്തിയാൽ KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം കോടികളായിരിക്കും. ആ ഒരു നീക്കം മാത്രം മതി ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ. ഇനി ഭാവിയിലേക്കുള്ള വമ്പൻ പ്ലാൻ നോക്കാം. രാജേഷിന്റെ വിഷൻ ഇതൊരു വെറും രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് തിരുവനന്തപുരത്തെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള നഗരമാക്കി മാറ്റാനുള്ള വി രാജേഷിന്റെ കാഴ്ചപ്പാടാണ്. പിന്നെ ഗ്രാമീണ കണക്ടിവിറ്റിയിലേക്ക് വരാം. നഗരസഭയുടെ വാർഡുകളിലെ ഇടറോഡുകളിലേക്ക് ചെറിയ ബസ്സുകളൊക്കെ എത്തിക്കും. രാത്രിയും പകലും നഗരവാസികൾക്ക് ആശ്രയിക്കാവുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരിക്കും അത്. പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ നഗരസഭയെ പിഴിഞ്ഞുണ്ണുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഗണേഷ് കുമാറും ശിവൻകുട്ടിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നേരിടുന്നത് പഴയ BJP അല്ല. കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുകയും ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുകയും ചെയ്യുന്ന വി രാജേഷിനെയാണ്. കരാർ ലംഘനം കോടതിയിലെത്തിയാൽ 113 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഗതാഗത വകുപ്പ് നൽകേണ്ടി വരും. വി രാജേഷ് എന്ന മേയർ ഇന്നിപ്പോൾ തലസ്ഥാനത്തെ ഓരോ സാധാരണക്കാരൻ്റെയും ശബ്ദമാണ്. ആ ശബ്ദത്തെ അടിച്ചമർത്താൻ നോക്കിയാൽ അത് സർക്കാരിൻ്റെ പതനത്തിനുള്ള തുടക്കമായിരിക്കും.